ഉണ്ടാവും. എനിക്ക് സബുണ്ട്. സബിലൊക്കെ വന്നിരുന്ന് പേയ്മെന്റ് വിട്ട് കണ്ടിട്ടായിരിക്കും. കാണാൻ വേണ്ടി വലിയൊന്നും ഇല്ലടോ. ഞാനിങ്ങനെ പുറത്തു പോകുമ്പോൾ ഈ ക്ലീവേജ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ള അതിനകത്തും. സബ്, അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം സബ്. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, അറിയാത്തവരൊന്നും പഠിക്കില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവർക്ക് ഒരു 390 രൂപ കൊടുക്കണം. 390 രൂപ തോന്നുന്നു, എനിക്കറിയത്തില്ല ഇവരുടെ പേയ്മെന്റ് എത്ര എനിക്കറിയത്തില്ല. ഒരു എക്സാമ്പിൾ 390 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സബ്സ്ക്രൈബിൽ ഇവർ ഇട്ടേക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് എന്താ കുറച്ച് ഹോട്ട് ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ പറഞ്ഞില്ലേ, എന്റെ സാധനം ഞാൻ കാണിക്കും, ആ സാധനം ഞാൻ നിങ്ങളെ കാണിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? കാശ് തന്നിട്ട് നിങ്ങളത് കാണണം, എന്നിട്ട് കുറ്റം പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടില്, ഞാൻ കേരളത്തിലാട്ടോ, കേരളത്തില് കാശ് തന്ന് സ്ത്രീകളുടെ ശാരീരിക അവയവം കാണിക്കിച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ fill in the blanks with suitable words കേട്ടോ. എന്നിട്ട് വന്നിട്ട് നിങ്ങൾ വലിയ ഉത്തമ കളിക്കില്ല. നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന എങ്ങനെയാ? നിങ്ങളുടെ ശരീരഭാഗങ്ങൾ തുറന്നു കാണിച്ച് അതിനകത്തൂടെ, ശരീരഭാഗങ്ങളുടെ ചില ഭാഗങ്ങൾ തുറന്നു കാണിച്ച് അതിനകത്തൂടെ ആൾക്കാരെ അവരുടെ സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു ത്വരയെ ചൂർന്നെടുത്ത് അതിനകത്തൂടെ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ ഈ താളമൊക്കെ കൊടുക്കുന്നത്? പച്ചക്ക് പറഞ്ഞ മോലെയും കുണ്ടിയൊക്കെ ഇത്ര മോശമാണോ? പച്ചക്ക് അങ്ങനെ പറയുവാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മറച്ചു വെച്ചിട്ട് അയ്യോ, അങ്ങനെ പറഞ്ഞാൽ മതി. അതൊന്നും ഒരിക്കലും മോശമല്ല. അത് മോശമാണെന്ന് ആരാ പറഞ്ഞേ? നമ്മളുടെ പാർട്ട്ണറായിട്ടുള്ള ആളുടെ അടുത്ത്, നമുക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ട് തോന്നുന്ന ആളുടെ അടുത്ത് കാണിക്കേണ്ട സാധനങ്ങൾ നാട്ടുകാരെ മൊത്തം കാണിക്കുന്നത് കുറ്റമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പുള്ളിക്കാരി വന്നിട്ട് ചോദിക്കും, ഞാൻ അങ്ങനെ എല്ലാം ഒന്നും കാണിക്കുന്നില്ലോ, നീ കണ്ടോന്ന്. ഞാൻ കണ്ടില്ല, എനിക്ക് കാണുകയേ വേണ്ട, ബാക്കി കേൾക്കാം. ഈ പറയുന്ന അമ്മമാർക്കൊക്കെ ഭാര്യമാരില്ലേ, അവരൊക്കെ കണ്ണടച്ചിരിക്കുവായിരുന്നു ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട്. അല്ല, അത് കണ്ണടച്ചിരിക്കുന്നില്ല. ഭാര്യയെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അവര് നിങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ ഭാര്യമാര് ഇത് നാട്ടിൽ കൂടെ പോകുന്നവരെല്ലാം കണ്ടോട്ടെ എന്ന് കരുതി നടന്നിട്ടില്ല. നിങ്ങളങ്ങനെ നടന്നിട്ടുണ്ടോ നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളല്ല പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ്. ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അകത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, പുറമെ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമെ വന്ന് കമന്റ് വിടും, തെറിയും വിളിക്കും. അതങ്ങനെയല്ലേ? സ്വകാര്യത കീപ്പ് ചെയ്യേണ്ടടുത്ത് സ്വകാര്യത കീപ്പ് ചെയ്യണം. പ്രൈവസി ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രൈവസി ആയിട്ട് പ്രദർശിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സാധനങ്ങളെല്ലാം പബ്ലിക്ക് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അയ്യേ മോശം എന്ന് പറയും. പിന്നെ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, രഹസ്യമായിട്ടിരുന്ന് കാണുന്നു, പരസ്യമായിട്ട് എന്നിട്ട് കുറ്റം പറഞ്ഞു. എന്നൊരു കാര്യം, പരസ്യമായിട്ട് ഇനി മുതൽ ലോകത്തുള്ള സ്ത്രീകളെല്ലാം തുണിയില്ലാതെ നടക്കാൻ പറയും. ഇങ്ങനെ ഉണ്ടാവും അത്?